ഒരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ റിവീലിംഗ് എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ 2 പേരെയോ 3 പേരെയോ വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിനെ ഒരിക്കലും വർക്കാവാത്തൊരു റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് VVIPs ആണ്. അതിലൊരു ഒരു എന്താ പറയുക, ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല, ഇൻക്ലൂഡിങ് മീഡിയാസ്. അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവര് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലൂടെ കാണിക്കാൻ പോകുന്നത്. ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം. കാരണം നിങ്ങൾ ഇത്രയും പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വലുതായിട്ടുള്ള ഷോ ഹൗസുകളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈ ഒരു ലോകത്തേക്ക്, ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ്. ബാക്കി കാണാം അല്ലെ? കണ്ടാലോ? എല്ലാവർക്കും നമസ്കാരം. വേറൊന്നുമല്ല, വിഷ്ണു ശശാങ്കർ ആദ്യം സംസാരിക്കണം, ഒറ്റ വാചകം പറയത്തുള്ളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷേട്ടൻ പറയുന്നു. ഇനി ഞാനാണ് ആദ്യം സംസാരിച്ച് 2ാം തവണ ആണെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് വേറൊന്നും ഇല്ലാന്ന്. അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച 90% ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ മഴ ഇത്രയും ചതിച്ചിരുന്ന ഒരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമെന്ന് അറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി. അതിന് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് എന്താവണം, എങ്ങനെയാവണം എന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു കഥ, ആ കഥ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു. അതിനുശേഷമാണ് മാളികപ്പുറം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച് അതൊരു വലിയ വിജയമായി. അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തില്. കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന 2 പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ. അതിലാദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു 5-6 വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം. അതിനേക്കാൾ വലിയ എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ. രണ്ടും അതിൽ വിഷ്ണു ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് 4 സിനിമകളിൽ 3 സിനിമകളിൽ വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം, നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല മടിയനെ എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിച്ചത് വിഷ്ണുവാണ്. അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അവൻ 1.5 വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട്. കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു. അതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു. അപ്പൊ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത്. പിന്നെ രഞ്ജൻ, അവനെ സംബന്ധിച്ച് ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ 6 സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജൻ. 6ാമത്തെ ഈ സിനിമയും രഞ്ജൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പൊ അത് എന്താ പറയുക, അത് അകത്തേക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സും കഥ പറയാൻ ചെയ്യുന്നത്. വിജയേട്ടൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ വിജയേട്ടനോട് ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക് വേറെ ആരെയും കൈവയ്ക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിന്റെ വിഷയത്തിലേക്ക് പോവാം. ഇല്ല, വിഷ്ണു ചേട്ടാ 2 വാക്ക് സംസാരിക്കും പ്ലീസ്. എന്നോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അഭിലാഷേട്ടൻ സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് മൈക്ക് തന്നാൽ മതിയായിരുന്നു. സോ പ്ലീസ്. അല്ല, സ്ഥിരം ഡയലോഗാണ് അഭിലാഷേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പൊ രഞ്ജനും കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ, അഭിലാഷേട്ടനും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ഞാനൊരു ഇവന്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രം നടന്നില്ല. എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു. തിരി കെട്ടു. ഇതൊന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് എന്താ പറയുക, മാളികപ്പുറം എന്നുള്ള
തിരി തെളിഞ്ഞു. മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു, എരിയുന്ന തീ തെളിയുന്ന ടൈറ്റിൽ. അപ്പോൾ അതെ, പക്ഷെ അതിൻ്റെ മാളികപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ IMA ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അന്ന് നെഞ്ചു വിരിച്ച്, അന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു. പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിരിപ്പോടെയാണ് നിൽക്കുന്നത്. ഇത്ര നേരം സംസാരിക്കാൻ തന്നെ ഇവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അതൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷനിൽ പോലും ഇത്ര സംസാരിക്കാറില്ല. ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോൾ ഒക്കെ സംസാരിച്ചു പോകുന്നു. പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ടാ, മുരളി കുന്നംപുറത്ത്. തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടൻ്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന്. എന്തായാലും പ്രേതത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ നന്ദി പറയുന്നു. ഈ ഒരു വേദി ഇങ്ങനെ മയക്കി പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജിൻ രാജ് പറയും. ഇത്രയും പറഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. എന്താ പറയുക, അഭിലാഷിൻ്റെ കൂടെ 6ാമത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യം എനിക്കൊന്ന് കടാവറാണ് അഭിലാഷിൻ്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ അഭിലാഷ് പറഞ്ഞ കഥ സുമതി വളരാണ്. സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെ പേജിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് മറച്ചു വെക്കുന്നില്ല, നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരുപാട് നന്ദി. ഇതില് മറ്റു അക്ഷയുടെ നിങ്ങൾ എന്തായാലും സംസാരിച്ചപ്പോൾ മുരളി സാറായാലും രഞ്ജിൻ ചേട്ടനായാലും നമ്മുടെ ടൈറ്റിൽ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി നീഡ് ടു വാച്ച് ഓൺ ദ സ്ക്രീൻ. നമുക്കൊരു ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഡൗൺ ആക്കി ഒരു കൗണ്ട് ഡൗൺ കൊടുത്താലോ ഓഡിയൻസിന്? ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളോട് വീണ്ടും രാത്രി 12 മണിക്ക് വളരെ പോകുന്ന ഒരു ഭാഗ്യം എനിക്ക് വേണ്ടി അടിക്കണ്ട, അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ടാണ് പോയത്. പക്ഷെ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സമുദ്രങ്ങളെ പറ്റിയല്ല ഞങ്ങൾ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം. ആ ഒരു നമ്മൾ കേട്ട് വന്നേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പാടിക്കേട്ട പാട്ടുകൾ ഒരു പാട്ടായിരുന്നു വിനീത് സാറിന്റെ പുതുമൊഴിയെ ആകാശങ്ങളുടെ പാട്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി ഇട്ട ഒരു പാട്ടാണ് മണിച്ചിത്രത്താഴിലെ ഒരു മുറയൊന്ന് വാർത്തയും പഴന്തമിഴ് പാട്ടാണ്. അതിന്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത്, ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം 93 കാലഘട്ടമാണ്. 93 വലിയ പ്രത്യേകതയുണ്ട്. 93 ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ള ഒരു വർഷമാണ്. അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ്. അപ്പൊ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം. 93 മറ്റൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു ശശിശേഖരന്റെ അച്ഛന്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ്. അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും 18ാം നൂറ്റാണ്ടിലൊക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായിരുന്നു മാറി. അങ്ങനെയാണ് മാളികപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതിയോളമാക്കുന്നത്. ഒപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി ഗോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മണിയമ്പിള്ള രാജേന്ദ്രന്റെ മകൻ നീരജൻ.